السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين، والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال سيدنا عمر بن الخطاب رضي الله عنه: حاسبوا أنفسكم قبل أن تحاسبوا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഉപകാരം ചെയ്യാത്ത ആനന്ദീന ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിന. അപരാധം പറയുന്ന നാവെന്തിന. അഹങ്കാരം കരുതുന്ന കൽബെന്തിന. വഅലമു യാ ഉമ്മത മുഹമ്മദ്, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളാകുന്ന നമ്മുടെ പ്രതീക്ഷയോടുകൂടെയുള്ള ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സർവ അനുദായ്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളു ഫള് കൊണ്ട് നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. ശിഷ്ടകാലം പാപമുക്തരായി നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം
പവിത്രത നിറഞ്ഞ ഒരുപാട് മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതെല്ലാം മാനവരാശിയുടെ പരലോക ജീവിതത്തിന്റെ ഉത്തമ വിജയത്തിന് വേണ്ടിയാണ് അതെല്ലാം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. പന്ത്രണ്ട് മാസങ്ങളാൽ സമ്മേളിച്ചതാണ് ഒരു വർഷം. വർഷത്തിന്റെ തുടക്കം തന്നെ പവിത്രമായ മുഹറമിലൂടെയാണ് തുടങ്ങുന്നത്. പര്യവസാനം കുറിക്കുന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഉദയം ചെയ്ത കുട്ടിയുടെ വിശുദ്ധിയും പരിശുദ്ധിയും എത്രമാത്രം വലുതാണോ അതുപോലെയുള്ള ജീവിതം ചിട്ടയാർന്ന രൂപത്തിൽ കെട്ടിപ്പടുത്തുകൊണ്ടുള്ള പര്യവസാനമാണ് വിശ്വാസിയുടെ ഒരു വർഷത്തിലെ അവസാന മാസം കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത്. നമുക്കറിയാം, ഹജ്ജിന്റെ മാസം പര്യവസാനം കുറിച്ച് പുതിയൊരു വർഷത്തിലേക്ക്, പുതുവത്സ പുലരിയിലേക്ക് നാം ഓരോരുത്തരും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധമായ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും ഒരുമിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഇണപ്രാവുകളെ പോലെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ 3 മാസങ്ങളിലും വിശ്വാസി ലോകത്തിന് ഒരുപാട് ആത്മീയമായ പുരോഗതിയും വിജയവും കൈവരിക്കാനുള്ള ഒരുപാട് സാധ്യതകളെ തെളിയിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഹിജ്റ വർഷം 1446 മുഹറം മാസമാണ് നമ്മളിലേക്ക് സമാഗതമാവാൻ പോകുന്നത്. നമ്മളിൽ നിന്ന് വിടവായാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഹിജ്റ വർഷം 1445 അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിൽ നിന്ന് വിട പറയുന്നത്. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഈ ഒരു വെള്ളിയാഴ്ചയെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല സമ്പൂർണമായി തൃപ്തിപ്പെട്ടതാക്കാനുള്ള എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള, പകലിന്റെ പൽപ്രഭയിലും ഇരുളിന്റെ ചുരുളിലും നാം അല്ലാഹുവിനെ ഭയപ്പെടണം. പകലിന്റെ പൽപ്രഭയിൽ അല്ലാഹുവിനെ ഭയപ്പെടാൻ നാം എത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ അതിനപ്പുറമായിരിക്കണം ഇരുളിന്റെ ചുരുളിലുള്ള നമ്മുടെ രഹസ്യമായ ജീവിതം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളത്തേക്ക് നമ്മുടെ 2 ചുമലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വച്ചിരിക്കുന്ന 2 മലക്കുകളുണ്ട്, 2 കാത്തിബീങ്ങളുണ്ട്. നിരന്തരം അവര് നമ്മളുടെ എല്ലാവിധ ചലന നിശ്ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തുള്ള മലക്കിനെ സമ്പൂർണമായി രേഖപ്പെടുത്താനുള്ള നല്ല സുവർണാവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനീളം നമ്മുടെ മുന്നിൽ പാരാവാരം പോലെ സംവിധാനിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇടതുഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന മലക്കിന് ഒന്നും എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതമായിരിക്കണം. ക്രിയാത്മകമായ, ക്രമീകരണപരമായ ജീവിതമായിരിക്കണം നമ്മുടേത്. നമ്മുടെ വയറ്റിലുള്ളത് ഒരു ഹറാമിന്റെ അംശം പോലും നമ്മുടെ വയറ്റിൽ ആയിക്കൂടാ എന്നുള്ള നിർബന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. നമ്മുടെ നാവ് വായ തുറക്കുകയാണെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരം ഒരാളുടെയോ
പച്ച മാംസം കൊത്തിവലിക്കരുത് എന്നുള്ള നിർബന്ധത്തോടുകൂടെയായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിവസന്തിയോളം ദൈനംദിനം പകലന്തിയോളം ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ ഓരോ സംസാരങ്ങളും ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഓരോ കടകമ്പോളങ്ങളുടെ മേഖലകളും എന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വർഷ ഓഡിറ്റുകൾ നടക്കാറുണ്ട്. പക്ഷേ സ്വന്തമായ ശരീരത്തിന്റെ ഒരു ഓഡിറ്റ് നാം ഒന്ന് നടത്തി നോക്കിക്കഴിഞ്ഞാൽ ആ ഓഡിറ്റിൽ നമുക്ക് വരുന്ന റിസൾട്ടുകൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമായിരിക്കും, വളരെ മലിനമായിരിക്കും. ആയിക്കൂടാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വരാനിരിക്കുന്ന ഒരു പുതുവത്സരം, ഒരു വർഷാരംഭത്തിന്റെ തുടക്കത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞയെടുക്കുക. ജാഗ്രതയോടുകൂടെയുള്ള ഒരു ജീവിതമായിരിക്കുക. അല്ലാഹുവേ, നീ എനിക്ക് സംവിധാനിച്ചിരിക്കുന്ന നാവ് അത് നല്ലത് പറയാനാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ വായിൽ നിന്ന് സംസാരിക്കുന്ന സംസാരം മറ്റുള്ളവർക്ക് പ്രയാസകരമാകുന്ന സാഹചര്യമാണോ ഉണ്ടാക്കുക? ഭയന്നുകൊണ്ട് വായയിൽ മുഴുവനും ചിരക്കല്ലുകൾ നിറച്ചുകൊണ്ട് അത്രമാത്രം ശ്രദ്ധയോടുകൂടെ ജീവിച്ച റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സ്വമത നജാ. അതേ, നീ സംയമനം പാലിച്ചുകൊണ്ട് കടിഞ്ഞാണില്ലാത്ത രൂപത്തിൽ നാവിനെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പരലോകം നഷ്ടപ്പെടാനും നരകം നിർബന്ധമാക്കാനും നാവിനെ എളുപ്പം കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഒരു പുതുവത്സരം നമ്മളിലേക്ക് സമാഗതമാകുമ്പോ, പവിത്രമായ മുഹറം നമ്മളിലേക്ക് സമാഗതമാകുമ്പോ, ഈ ഒരു വർഷമെങ്കിലും നാവുകൊണ്ടൊരാളെയും നോവിക്കാതെ, നാവുകൊണ്ടൊരാളെയും പ്രയാസപ്പെടുത്താതെ, നമീമത്തും പറയാതെ, ഫിത്നയും ഫസാദും പറയാതെ, വയറ്റിലേക്ക് ഒരു ഹറാമ് പോലും കടത്തിവിടാതെ, എന്റെ വയറ്റിൽ ഒരു ഹറാമിന്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ലെന്ന്, എന്റെ മക്കൾക്ക് ഞാനൊരു ഹറാമ് പോലും കഴിപ്പിക്കില്ലെന്നുള്ള നിർബന്ധ ബുദ്ധിയ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും സുബഹിക്ക് മുത്തനബിയോടുകൂടെ ജമാഅത്തിൽ ഉണ്ടാകും. ജമാഅത്ത് കഴിഞ്ഞ് ദുആ ഇരിക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞിരുന്നു ദുആ നടത്തുന്നതിന്റെ മുമ്പ് തൽഹ റളിയല്ലാഹു അൻഹു എപ്പോഴും എണീറ്റ് പോകാറുണ്ട്. ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് തൽഹയെ കാണുന്നില്ല. ഒരു വേള തൽഹ പള്ളിയിലേക്ക് വന്നപ്പോ മുത്തനബി ചോദിക്കുന്നു, യാ തൽഹ, ഞാൻ നിസ്കരിച്ച് ദുആഇന് വേണ്ടി തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നില്ലല്ലോ തൽഹ. എന്റെ ദുആ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണോ, പിടിക്കാത്തത് കൊണ്ടാണോ? മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, അങ്ങയുടെ ദുആഇന് ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അങ്ങയുടെ ദുആഇന് ഇരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, സലാമിലേക്ക് രണ്ടാമത്തെ സലാം കഴിയുമ്പോഴേക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് എന്താണെന്നറിയോ നബിയേ? എന്റെ വീട്ടില് ചെറിയ മക്കളുണ്ട് മുത്തുനബിയേ. എന്റെ മക്കൾക്ക് 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള വക എനിക്കില്ല. എന്റെ മക്കള് പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഭയപ്പാടിലാണ്. സുഖമായി നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ
ചെയ്യാൻ എന്റെ മക്കൾക്ക് കഴിയാത്തത് കൊണ്ട് എന്റെ അയൽവാസിയുടെ അതിനോട് ചേർന്നുകൊണ്ട് എന്റെ വീടിന്റെ മതിൽ കെട്ടിനോട് ചേർന്നുകൊണ്ട് അയൽവാസിയുടെ ഈത്തപ്പനം മരം അതേ കുലച്ചു നിൽക്കുന്നുണ്ട് നബിയേ. ഞാനെങ്ങാനും സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ മക്കൾ ഉറപ്പിൽ നിന്ന് എണീറ്റിട്ട് എന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസിയുടെ ഈത്തപ്പഴ മരത്തിൽ നിന്ന് താഴോട്ട് എന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് എന്റെ മക്കൾ ഭക്ഷിക്കുമല്ലോ നബിയേ. ആ ഭക്ഷണം എന്റെ മക്കൾക്ക് ഹറാമാണല്ലോ. എന്റെ മക്കൾ ഭക്ഷിക്കുന്നത് ഞാൻ കാരണമാണല്ലോ. എന്റെ മക്കൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് എന്റെ മക്കൾ ഉണരുന്നതിന്റെ മുമ്പ്, ഉറക്കിൽ നിന്ന് ഉണരുന്നതിന്റെ മുമ്പ് സുബഹി നമസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ ദുആഇന്നിരിക്കാതെ ഞാൻ പോകുന്നത് ഇതുകൊണ്ടാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഉടുത്തിരിക്കുന്നത് ഹറാമാണ്, ശ്വസിക്കുന്നത് ഹറാമാണ്, കഴിക്കുന്നത് ഹറാമാണ്, കുടിക്കുന്നത് ഹറാമാണ്, വയറ്റിലുള്ളത് ഹറാമാണ്, പാർപ്പിടം ഹറാമാണ്, സംസാരിക്കുന്നത് ഹറാമാണ്. എല്ലാം മലിനമാണ്. ഇതിൽ നിന്നുള്ളൊരു മുക്തി നമുക്ക് വേണം. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം നമ്മളിലേക്ക് നാളെയോ മറ്റന്നാളോ